വെരി ഗുഡ് മോർണിംഗ്. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ആവശ്യം തള്ളിയിരുന്നു. ജമ്മുകശ്മീർ കത്വയിലെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കത്വയിലെ ജുത്താന മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര ഇന്ന് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനത്തിലേക്ക്. ഇന്നു മുതൽ 3 ദിവസം എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ പര്യടനം. ജില്ലയിലെ മലയോര മേഖലയായ മൂവാറ്റുപുഴയ്ക്ക് സമീപത്തെ വാഴക്കുളത്താണ് ജില്ലയിലെ ലഹരിക്കെതിരായ പോരാട്ടം തുടങ്ങുന്നത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയതിൽ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. മലയാളി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം 47-ാം ദിവസം. 3 ആശാവർക്കേഴ്സിന്റെ നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക് കടന്നു. ശൈലജ എസ്, ബീന പീറ്റർ, അനിതാകുമാരി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ആശാസമരത്തിന്റെ ഭാഗമായി കോട്ടയത്തും കോഴിക്കോടും ഇന്ന് പ്രതിഷേധങ്ങൾ നടക്കും. തൊടുപുഴയിലെ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതി ആഷിഖിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ബിജുവിനെ കൊലപ്പെടുത്താൻ 6 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ആര് വഴിയാണ് ആഷിഖിന് കൊട്ടേഷൻ കിട്ടിയതെന്നും പണം കൈമാറിയത് സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താൻ പോലീസ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള BJPയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഭാരവാഹി തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഏപ്രിൽ പകുതിക്ക് മുൻപായി സംസ്ഥാന തലത്തിൽ BJPയുടെ പുതിയ ടീം നിലവിൽ വരുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുള്ളതായിരിക്കും. 10 വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പുതിയ സമിതിയിൽ ഉണ്ടാകും. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ധാരണ. വിഷയത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഓം ബിർളയെ കണ്ട് കത്ത് നൽകിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറെ ഉടൻ തെരഞ്ഞെടുക്കണമെന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് കത്ത്. ലോക്സഭയിൽ തുറമുഖ ബില്ല് ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അവതരിപ്പിക്കും. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. 24 കണക്ട് ആൻഡ് FFC ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ വിൻസെന്റ് ജേക്കബ് വള്ളിയിൽ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. അന്ത്യം കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഷൈനി വിൻസെന്റാണ് ഭാര്യ. നാടക് എറണാകുളം ജില്ലാ കമ്മിറ്റിയും PJ ആന്റണി മെമ്മോറിയൽ ഫൗണ്ടേഷനും ചേർന്ന് ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതാ നാടക ക്യാമ്പ് നാടകകൃത്തും എഴുത്തുകാരനുമായ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബന്ധുക്കൾക്കെതിരെ കുറിപ്പ് എഴുതിവെച്ച് ആത്മഹത്യാശ്രമം നടത്തിയ റിട്ടയർഡ് SI ചികിത്സയിലിരിക്കെ മരിച്ചു. മരിച്ചത് വെണ്ണിയൂർ നെല്ലിവിള നിമ്മി ഭവനിൽ S സത്യൻ. സാമ്പത്തിക ഇടപാടിൽ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കിയെന്നും ബന്ധു കയ്യേറ്റം ചെയ്തുവെന്നും കുറിപ്പിൽ. കണ്ണൂർ പയ്യന്നൂരിൽ വൻ MDMA വേട്ട. ലോഡ്ജിൽ നിന്ന് 160.05 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് കോഴിക്കോട് അത്തോളി സ്വദേശി ഷംനാദ് P, രാമന്തളി സ്വദേശികളായ PK ആസിഫ്, CA മുഹാദ് എന്നിവർ. ഗാന്ധിഭവൻ കലാ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ സംസ്ഥാന നാടക അവാർഡ് നാടകരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് മണിലാലിനും സതീഷ് സംഗമിത്രയ്ക്കും ലോക നാടക ദിനത്തിലാണ് ഗാന്ധിഭവൻ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ട് MDMAയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് പിടിയിൽ. നല്ലളം സ്വദേശി അലൻദേവാണ് പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത ബൈക്ക് തിരികെ ലഭിക്കുന്നതിനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അലൻദേവ് കുടുങ്ങിയത്. തിരുവനന്തപുരത്ത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. കാപ്പിൽ സ്വദേശികളായ ബെനു, സന്തോഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. പ്രതി വിജയകുമാറിനെ അയിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തിരുവാലിയിൽ നായാട്ട് കേസിൽ കാപ്പ കേസ് പ്രതി അറസ്റ്റിൽ. പിടിയിലായത് തിരുവാലി സ്വദേശി ബിനോയ്. ഇയാളുടെ വീട്ടിൽ നിന്ന് കുറുനരിയുടെ ഇറച്ചിയും എയർഗണ്ണും കണ്ടെടുത്തു.
സംസ്ഥാനത്ത് കൃഷിവകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഫാമുകളിലും പ്രകൃതി കൃഷിരീതി പ്രാവർത്തികമാക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ആന്ധ്രാപ്രദേശിലെ പ്രകൃതി കൃഷിരീതിയെക്കുറിച്ച് പഠിക്കുവാനായി ഫാം ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും മന്ത്രി. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ 3 മാസത്തിനിടെ 5618 പെറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയിൽ. മത്സരയോട്ടത്തിനിടെ അപകടമുണ്ടായതടക്കമുള്ള കേസുകളാണിത്. ബസ് ഡ്രൈവർമാർക്കെതിരെ 167 കേസുകൾ എടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. മണക്കാട് ബലവാൻ നഗർ സ്വദേശി സബിനാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത്. കൊല്ലം ആയൂരിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിൽ നിന്നും തോട്ടിലേക്ക് മറിഞ്ഞു. ആയൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. കുവൈത്തിൽ പ്രവാസി മലയാളി അന്തരിച്ചു. ആലപ്പുഴ കാർത്തികപ്പള്ളി പലമൂട്ടിൽ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആദാൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം പൂയപ്പള്ളിയിൽ ബസ് കാത്തുനിന്ന സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചു. കൈക്കും കാലിനും പരിക്കേറ്റ പൂയപ്പള്ളി സ്വദേശി സീന ചികിത്സയിൽ. കൊല്ലം കല്ലട പരപ്പാർ അണക്കെട്ടിൽ വെള്ളം കുറയുന്നു. വേനൽ ശക്തമായതോടെ പോഷക നദികളിൽ നിന്നുള്ള നീരൊഴുക്ക് കുറഞ്ഞതാണ് കാരണം. പരിസരങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. കൊല്ലം ചരിപ്പറമ്പ് മണ്ണൂർ മുളപ്പമൺ റോഡ് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. റോഡ് പൊളിച്ചതുമൂലം കാൽനടയാത്രക്കാർ ദുരിതത്തിൽ. ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. കണ്ണൂർ കൂടാളി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ജെംസ് 91 ബാച്ച് വിപുലമായ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പങ്കാളിത്തം കൊണ്ടും പങ്കുവയ്ക്കലുകൾ കൊണ്ടും മനോഹരമായ ഇഫ്താർ വിരുന്നായിരുന്നു ജെംസ് 91 ഒരുക്കിയത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDS ക്യാന്റീനിന്റെ 2025-2026 വർഷത്തെ നടത്തിപ്പിനായി ഈ ടെൻഡർ ക്ഷണിച്ചു. ഏപ്രിൽ 2 വൈകിട്ട് 3 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള വിദേശ പഠന ഉന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. അസാപ് കേരളയിൽ ജാപ്പനീസ് ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 22. പത്തനംതിട്ട മങ്ങാരം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 ജമാഅത്ത് അങ്കണത്തിൽ നടക്കുന്ന ക്യാമ്പ് ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് റെയിൽവേ ഗേറ്റ് ഇന്നു മുതൽ ഈ മാസം 31 വരെ അടച്ചിടും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. കണ്ണൂർ കിസാൻ സർവീസ് സൊസൈറ്റി മാതമംഗലം നടത്തുന്ന നൂതന വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരിശീലന ക്ലാസ് ഇന്ന് KSS ദേശീയ ചെയർമാൻ ജോസ് തയ്യിൽ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ചപ്പാരപ്പടവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ ഒഴിവ്. അഭിമുഖം ഇന്ന്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കണ്ണൂർ കലക്ടറേറ്റിൽ ഹാജരാകണം. ദേശീയ വാർത്തകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം കൂടുതൽ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. BJPയുടെ സ്വാധീനം പരിമിതപ്പെടുത്തിയതിൽ ഇന്ത്യൻ ബ്ലോക്കിന്റെ പങ്ക് വലുതെന്ന് ഖാർഗെ. അതിർത്തി നിർണയം സംബന്ധിച്ച പ്രമേയം തെലങ്കാന നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അതിർത്തി നിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം അനീതി കാണിച്ചാൽ ഒറ്റക്കെട്ടായി പോരാടണമെന്നും രേവന്ത് റെഡ്ഡി. ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമബംഗാൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം തുടരുന്നുവെന്ന് അമിത്ഷാ. അസം പത്രപ്രവർത്തകനായ ദിൽവാർ ഹുസൈൻ മസൂംദാറിന്റെ അറസ്റ്റിന് പിന്നാലെ വൻ പ്രതിഷേധം. അസം ആസ്ഥാനമായുള്ള ഡിജിറ്റൽ ന്യൂസ് പോർട്ടലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനാണ് അറസ്റ്റിലായ ദിൽവാർ ഹുസൈൻ. അറസ്റ്റിലായ പത്രപ്രവർത്തകനെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഗുവാഹത്തി പ്രസ് ക്ലബ്ബ്. 36,000 കോടി വിലമതിക്കുന്ന 6016 കിലോ ലഹരി പിടിച്ചെടുത്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ആൻഡമാൻ പോലീസ്. പോർട്ട് ബ്ലെയർ കോടതിയിലാണ് 2000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ നവംബറിൽ.
അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താനായി ബി.ജെ.പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ ഡൽഹിയിൽ തുടരുന്നു. ഇന്നലെ ഡൽഹിയിലെത്തിയ അണ്ണാമലൈ റെയിൽവേ മന്ത്രിയെ കണ്ടു. AIADMK ബി.ജെ.പി സഖ്യസാധ്യതകൾ തെളിഞ്ഞതിനു പിന്നാലെയാണ് അണ്ണാമലൈ അമിത്ഷായെ കാണാനെത്തിയത്. ബംഗളൂരുവിൽ 32-കാരിയുടെ മൃതദേഹം പെട്ടിയിലാക്കി ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹമാണ് കണ്ടെത്തിയത്. മഹാരാഷ്ട്ര സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഭർത്താവ് ഒളിവിൽ. അന്വേഷണം ആരംഭിച്ച് പോലീസ്. CPIM പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനെ ക്ഷണിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക ഉപമുഖ്യമന്ത്രി D.K. ശിവകുമാറും പങ്കെടുക്കുന്ന പരിപാടിയിലേക്കാണ് ക്ഷണം. കർണാടകയിൽ പാൽ വില കൂട്ടി. നന്ദിനി പാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിച്ചു. വിലവർധന ഫെഡറേഷന്റെയും കർഷക സംഘടനകളുടെയും ആവശ്യം പരിഗണിച്ചു. ഇനി രാജ്യാന്തര വാർത്തകളാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശനമുണ്ടാകും. ഈജിപ്തിൽ ടൂറിസ്റ്റ് അന്തർവാഹിനി മുങ്ങി 6 പേർ മരിച്ചു. 39 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാ യാത്രക്കാരും റഷ്യക്കാരെന്ന വിവരം. അപകടം ചെങ്കടലിൽ. ദക്ഷിണ കൊറിയയിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. തീപിടുത്തത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയെന്ന് ദക്ഷിണ കൊറിയ. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന് വീണ്ടും ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവന വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്താനിരിക്കുന്ന സന്ദർശനത്തിന് മുന്നോടിയായി. മധ്യ ഗസയിൽ റമദാൻ നോമ്പ് തുറക്കാൻ കാത്തിരുന്ന പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമിച്ചത് സന്നദ്ധ സംഘടന ഒരുക്കിയ ഭക്ഷണം ശേഖരിക്കാനെത്തിയവരെ. റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കാനുള്ള സമയമായില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. ഉപരോധം നീക്കൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലെന്നും യുക്രൈൻ. എന്നാൽ ഭക്ഷണ വള വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയാൽ മാത്രമേ കരിങ്കടലിലെ വെടിനിർത്തൽ പ്രാവർത്തികമാകൂവെന്ന് റഷ്യ. യുദ്ധം ആരംഭിച്ചതു മുതൽ യൂറോപ്യൻ യൂണിയൻ യുക്രൈനിന് നൽകിയത് $194 ബില്യൺ സഹായം. കഴിഞ്ഞ വർഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ വാതകം വാങ്ങിയത് 21.9 ബില്യൺ യൂറോയ്ക്കെന്ന് കണക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ്. യുക്രൈൻ യുദ്ധം, യൂറോപ്പുമായുള്ള വ്യാപാര തർക്കം എന്നിവ ചർച്ചയായി. സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ് ഏഞ്ചൽ മരിയ വില്ലാറിന് 15.5 വർഷം തടവ് ശിക്ഷ വിധിക്കണമെന്ന് സ്പാനിഷ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഏഞ്ചൽ മരിയ വില്ലാറിനെതിരെ ആരോപിക്കപ്പെടുന്നത് അഴിമതി, ധന അപഹരണം എന്നീ കുറ്റങ്ങൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം. 2 ഇടങ്ങളിലായി നടന്ന ഭീകരാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ. ബിസിനസ് വാർത്തകൾ. അമേരിക്കയിലേക്കുള്ള കാറുകളുടെ ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ആശങ്കയിൽ ലോകരാജ്യങ്ങൾ. ട്രംപിന്റെ കാർ താരിഫുകൾ എതിർത്ത് ജർമ്മനി. US വിമാന കമ്പനികളെ സാമ്പത്തിക പ്രതിസന്ധി ഉലയ്ക്കുന്നു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനവും സർക്കാർ ചെലവ് ചുരുക്കലും പ്രതിസന്ധിയായെന്ന് സൂചന. US കാർ താരിഫുകൾ സംബന്ധിച്ച ചർച്ചകൾ തുടർന്ന UK. ടെസ്ലയുടെ സബ്സിഡി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് UK ധനമന്ത്രി റേച്ചൽ റീവ്സ്. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിൽ കുറവ്. എന്നാൽ തൊഴിലില്ലായ്മ നിരക്കിൽ മാറ്റമില്ലെന്ന് അധികൃതർ പുറത്തുവിട്ടത് കഴിഞ്ഞയാഴ്ചത്തെ കണക്കുകൾ. ഇൻഫിനിക്സ് നോട്ട് 50 Xe 5G ഇന്ത്യയിൽ പുറത്തിറങ്ങി. 7300 അൾട്ടിമേറ്റ് ചിപ്സെറ്റിൽ പ്രവർത്തിക്കുന്ന ഹാൻഡ്സെറ്റ് എത്തുന്നത് 8 GB റാമിൽ. സാംസങ് ഫ്ലെക്സ് ഗെയിമിംഗ് കൺസോൾ എന്ന ഫോൾഡബിൾ ഗെയിമിംഗ് ഉപകരണം പുറത്തിറക്കി സാംസങ്. മൊബൈൽ വേൾഡ് കോൺഗ്രസിലാണ് ഗെയിമിംഗ് ഉപകരണത്തിന്റെ പ്രദർശനം നടത്തിയത്. കായിക വാർത്തകൾ. IPLൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗ്ലാമർ പോരാട്ടം. രാത്രി 7:30 ചെന്നൈയിലെ ചെപ്പക്കോ സ്റ്റേഡിയത്തിലാണ് മത്സരം. കളിക്കളത്തിലെ മോശം പെരുമാറ്റമെന്ന ആരോപണത്തിൽ റയൽ മാഡ്രിഡ് താരങ്ങളായ കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവർക്കെതിരെ UEFAയുടെ അന്വേഷണം. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ മത്സരത്തിൽ മോശം ആംഗ്യം കാണിച്ചെന്ന പരാതിയിലാണ് നടപടി.
ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യ എ ടീമിൽ കരുൺ നായരെ ഉൾപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ട്. ആഭ്യന്തര ക്രിക്കറ്റിലെ ഉജ്ജ്വല പ്രകടനമാണ് കരുണിന് തുണയായത്. BCCI വാർഷിക കരാറിലേക്ക് ശ്രേയസ് അയ്യർ തിരിച്ചെത്തിയേക്കും. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു നേരത്തെ അയ്യരെ ഒഴിവാക്കിയത്. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകളാണ്. ഷാഹിദ് കപൂറിനെ നായകനാക്കി മലയാളി സംവിധായകൻ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ദേവ OTT-യിലേക്ക്. മലയാള ചിത്രം മുംബൈ പോലീസാണ് ദേവ എന്ന പേരിൽ റോഷൻ ആൻഡ്രൂസ് ഹിന്ദിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. സംഗീതാസ്വാദകരുടെ കയ്യടി നേടി സൈജു കുറുപ്പ് നായകനാകുന്ന ചിത്രം അഭിലാഷത്തിലെ ഗാനം. ചിത്രത്തിലെ തട്ടത്തിൽ എന്ന ഗാനം സ്പോട്ടിഫൈ ഇന്ത്യയുടെ ടോപ്പ് 50 വൈറൽ സോങ് ലിസ്റ്റിൽ 20ാം സ്ഥാനത്ത്. ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ടയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം മെയ് 16-ന് തിയേറ്ററുകളിലെത്തും. രാംചരൺ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പെഡി എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ബുച്ചി ബാബു സനയാണ്. വൈറൽ ട്രെൻഡ്സ്. കാക്കിക്കുള്ളിലെ കലാകാരി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ. വൈറലായി ഒരു റീൽസിൽ അഭിനയിച്ചിരിക്കുന്നത് കോട്ടയത്തെ സ്നേഹക്കൂട്ടിൽ നിന്നുള്ള അച്ഛനമ്മമാർ. കൈയടിച്ച് സോഷ്യൽ മീഡിയ. ഏതോ സിക്സ്ത് സെൻസ് കൊണ്ടുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. എല്ലാം കൊളായി. ഫാക്ട് ചെക്ക്. മമ്മൂട്ടി സംസാരിക്കുന്ന ഒരു ദൃശ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രോഗവിവരത്തെപ്പറ്റി തുറന്നു പറഞ്ഞുവെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും പോസ്റ്റ്. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണ്. COVID-19 ബോധവൽക്കരണം സംബന്ധിച്ച് മമ്മൂക്ക പങ്കുവച്ച വീഡിയോ ആണ് തെറ്റായി പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. കോഴിക്കോട് താമരശ്ശേരി ചുരം 6ാം വളവിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ടൂറിസ്റ്റ് ബസ് കുടുങ്ങി. ഗതാഗതം തടസ്സപ്പെട്ടു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും. 45 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയതാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും ഹൈക്കോടതിയും പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നിലവിൽ പ്രതികൾ റിമാൻഡിലാണ്. മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാന ആദരമർപ്പിച്ച് മണൽ ശില്പം. ആർട്ടിസ്റ്റ് സുദർശൻ പട്നായിക്കാണ് ഒഡീഷയിലെ പുരിയിൽ ശില്പം തയ്യാറാക്കിയത്. കിർഗിസ്ഥാനിൽ ഭൂചലനം 5.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഭൂചലനം അനുഭവപ്പെട്ടത് 10 കിലോമീറ്റർ ആഴത്തിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളിയിൽ വ്യാപാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. രാത്രി 10:30-ക്ക് ശേഷം പ്രദേശത്തെ കടകൾ അടച്ചിടണമെന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനം വ്യാപാരികൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. 5 പേർക്ക് പരിക്കേറ്റു. ആലുവ ചൂണ്ടിയിൽ 7 കിലോ കഞ്ചാവ് പിടികൂടി. ബംഗാൾ സ്വദേശി അബ്ദുള്ള മാലിത്തിയാണ് അറസ്റ്റിലായത്.